നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 26 തിങ്കൾ. 600-ലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ശനിയാഴ്ച പുറംകടലിൽ ചെരിഞ്ഞ MSC എൽസ-3 എന്ന കപ്പൽ പൂർണ്ണമായി മുങ്ങി. കപ്പലിൽ നിന്ന് ഒഴുകി നീങ്ങിയ കണ്ടെയ്നറുകളിലൊന്ന് കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ തീരത്തടിഞ്ഞു. സംസ്ഥാനത്തിന്റെ തെക്കൻ തീരത്ത് വൻ പരിസ്ഥിതി ഭീതി ഉയർത്തി ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 27 കിലോമീറ്റർ അകലെയാണ് കപ്പൽ മുങ്ങിയത്. മുങ്ങിപ്പോയ 25 കണ്ടെയ്നറുകളിലുള്ള കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള ഹാനികരമായ രാസവസ്തുക്കളും കപ്പലിൽ നിന്നുണ്ടായ ഇന്ധന ചോർച്ചയുമാണ് കടലിനും തീരത്തിനും ഭീഷണി ഉയർത്തുന്നത്. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും തീരസേനയും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി കൊച്ചിയിലെത്തിച്ചു. മറ്റ് കപ്പലുകളുടെയും സേനാവിഭാഗങ്ങളുടെയും സഹായത്തോടെ ചെരുവ് നിവർത്തി പൂർണ്ണസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഒരു രാത്രി കപ്പലിൽ തങ്ങിയ ക്യാപ്റ്റനെയും 2 എഞ്ചിനീയർമാരെയും ഇന്നലെ രാവിലെ രക്ഷിച്ചു. കടലിൽ ഏതാണ്ട് 3.7 കിലോമീറ്റർ വീതിയിലും അത്രത്തോളം നീളത്തിലുമുള്ള പ്രദേശമാകെ എണ്ണപ്പാട വ്യാപിച്ചിട്ടുണ്ട്. ഇൻഫ്രാറെഡ് ക്യാമറകളുടെ സഹായത്തോടെ കണ്ടെത്തി നീക്കാനുള്ള ശ്രമം തീരസേനയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്, വോട്ടെണ്ണൽ 23-ന് നടക്കും. ഒരു വർഷത്തിനുള്ളിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ അതിനു മുൻപുള്ള രാഷ്ട്രീയ ബലാബല പരിശോധനയാകും നിലമ്പൂരിലേത്. നിലമ്പൂരിലും ഗുജറാത്തിലെ 2, പഞ്ചാബ്, ബംഗാൾ എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലത്തിലും നടത്തേണ്ട ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് തീയതി പുറപ്പെടുവിച്ചത്. കേരള നിയമസഭയ്ക്ക് 2026 മെയ് വരെയാണ് കാലാവധി. ഇടത് സ്വതന്ത്രനായി നിലമ്പൂരിൽ ജയിച്ച PV അൻവർ സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെ രാജിവെച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ 2700 വോട്ടിനാണ് അൻവർ കോൺഗ്രസിന്റെ VV പ്രകാശിനെ തോൽപ്പിച്ചത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 9 മരണം. 11 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും തിരുവനന്തപുരം ഉൾപ്പെടെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. 5 ദിവസം കൂടി അതിതീവ്രമായ മഴയുണ്ടാകും. ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് വീണും മറ്റും വൈദ്യുത കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞു കിടക്കാനോ സാധ്യതയുള്ളതിനാൽ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്ന് KECB അറിയിച്ചു. ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ. നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിനു ശേഷം CEO സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യാന്തര നാണ്യനിധിയുടെ രേഖകൾ അനുസരിച്ച് രാജ്യം ജപ്പാനെ മറികടന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. US, ചൈന, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. കഴിഞ്ഞ വർഷം വരെ ഇന്ത്യ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. CBSE സ്കൂളുകളിൽ ഇനി നഴ്സറി മുതൽ 5ാം ക്ലാസ് വരെയുള്ള പഠനം മാതൃഭാഷയിൽ. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശം ഈ അധ്യയന വർഷം മുതൽ നടപ്പാക്കണമെന്ന് മധ്യവേനൽ അവധി അവസാനിക്കുന്നതിന് മുമ്പ് അതിനുള്ള പദ്ധതി രൂപീകരിക്കണമെന്നും CBSE ബോർഡ് സ്കൂളുകൾക്കയച്ച കത്തിൽ വ്യക്തമാക്കി. നഴ്സറി മുതൽ 2ാം ക്ലാസ് വരെയുള്ള ഫൗണ്ടേഷൻ സ്റ്റേജിൽ കുട്ടികളെ മാതൃഭാഷയിലോ അല്ലെങ്കിൽ പരിചിതമായ പ്രാദേശിക ഭാഷയിലോ അധ്യാപനം നടത്തണമെന്നാണ് ദേശീയ പദ്ധതി ചട്ടക്കൂടിലെ നിർദ്ദേശം. ശക്തമായ മഴ തുടരുന്നതിനിടെ ഗതാഗത തടസ്സമുണ്ടാക്കി വിവിധ ജില്ലകളിൽ ദേശീയപാതകളിൽ വീണ്ടും വിള്ളലും മണ്ണിടിച്ചിലും. ദേശീയപാത തകർന്ന മലപ്പുറം കൂരിയാട് 8 കിലോമീറ്റർ അകലെ കാക്കാഞ്ചേരിയിൽ 6 വരി പാതയിൽ 2ഇടത്തും വിള്ളൽ കണ്ടെത്തി. 3 ട്രാക്കിന് കുറുകെ 50 മീറ്ററോളം നീളത്തിലും 2 ട്രാക്കിന് കുറുകെ 20 മീറ്ററിലേറെ നീളത്തിലുമാണ് 1/2 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ ആഴമുള്ള വിള്ളൽ. തുടർന്ന് ഇന്നലെ ഉച്ചയോടെ തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം നിരോധിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് 10 ലക്ഷത്തിലേറെ പേർ സൗദിയിലെത്തി. ദിവസവും 1/2 ലക്ഷത്തിലേറെ പേരാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തികളിലെ പ്രവേശന കവാടങ്ങളിൽ സുരക്ഷാ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അബോധാവസ്ഥയിലായിരുന്ന അഫാന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ 3 തവണ അപസ്മാരമുണ്ടായി. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമുണ്ടായെന്ന് ഡോക്ടർമാർ പറയുന്നു. അഫാനെ നിരീക്ഷിക്കുന്ന സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോൾ അലക്കി ഉണക്കാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു. ഗാസയുടെ 77% നിയന്ത്രണം ഇസ്രയേൽ കൈയടക്കിയതായി ഹമാസ് മാധ്യമ വിഭാഗം അറിയിച്ചു. കര വ്യോമ ആക്രമണം വഴിയും
ഒഴിഞ്ഞുപോകൽ മുന്നറിയിപ്പ് വഴിയുമാണ് ഗാസയുടെ 3/4 പങ്കും ഇസ്രയേൽ നിയന്ത്രണത്തിലാക്കിയതെന്ന് അവർ പറഞ്ഞു. ഇന്നലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 4 ഇടങ്ങളിലായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 37 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. IPL കൊൽക്കത്തയ്ക്കെതിരെ ഹൈദരാബാദിന് 110 റൺസ് വിജയം. IPLൽ ഇന്ന് പഞ്ചാബ്, മുംബൈ ടീമുകളുടെ നിർണായക മത്സരം നടക്കും. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.